എന്താ നിർത്തിയേ? നീ ഭയങ്കര ഹോട്ടല്ലേ, അപ്പൊ എനിക്ക് തീ പിടിക്കും. ഇപ്പോഴാണെങ്കിൽ ചൂട് കൂടി പോയി. തനിക്ക് പറ്റാത്തതിന്റെ കുറ്റം എന്റെ മേത്ത് ചാരണ്ട. ഒന്ന് നോക്കി ആരാന്ന്. ഇതാരാ ഈ രാവിലെ തന്നെ? നിക്ക്, ഞാനത് നോക്കട്ടെ. ചേച്ചിയില്ലേ? അല്ല, നിങ്ങളാരാ? കണ്ടിട്ട് എന്താ തോന്നണേ? വീട്ടുകാരി അല്ലല്ലോ, അപ്പൊ ജോലിക്കാരിയാണ് സാറേ. ഹേയ്, വേണ്ട വേണ്ട, ഇവിടെ ജോലിക്കാരുടെ ആവശ്യമൊന്നുമില്ല. ആ അതെ, ഇവിടെ ആവശ്യമില്ലല്ലോ. എന്നെ ഇവിടെ ജോലിക്കാരിയൊക്കെ വെച്ചേക്കല്ലേ. അല്ലെങ്കിൽ തന്നെ ഇവളുടെ ശമ്പളം എന്റെ അച്ഛൻ കൊടുത്തോളും. അതിനെപ്പറ്റി ആലോചിച്ച് നീ ടെൻഷൻ അടിക്കണ്ട. അപ്പൊ ഇനി ഇവള് ഇവിടെ താമസിക്കോ? ആ, തനിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഹേയ്, ഇല്ലില്ല, എനിക്കൊരു പ്രോബ്ലം ഇല്ല. ഇനി എന്തേലും പ്രോബ്ലം ഉണ്ടെങ്കിൽ തന്നെ ഉണ്ടല്ലോ സാറേ. ഞാനൊരു സൽസ്വഭാവിയാണ്, ഞാൻ ഓടിപ്പോത്തേ ഉള്ളൂ. വാ, അകത്തേക്ക് വാ. വാ, എന്റെ കൂടെ വാ. ഞാൻ വീട്ടിലുള്ള ജോലികളൊക്കെ പറഞ്ഞുതരാം. ചേച്ചി, ജോലിയൊക്കെ എനിക്കറിയാം. എന്താ ചെയ്യേണ്ടെന്ന് മാത്രം പറഞ്ഞാ മതി. പണി ഒരുപാടൊക്കെ ചെയ്യാനുണ്ട്, പക്ഷെ ഒന്നും നടക്കുന്നില്ല. ഇപ്പൊ ഞാൻ വന്നില്ലേ ചേച്ചി, ഇനി എല്ലാം നടക്കും. റിയ, ചെല്ല, ഇത് സാറിന് കൊണ്ടുപോയി കൊടുക്ക. സത്യം പറഞ്ഞ എനിക്ക് അയാളെ കൊണ്ട് മടുത്തിരിക്കുക. അതെന്താ ചേച്ചി? എന്താന്നോ, നിന്നോട് ഇപ്പൊ എന്ത് പറയാനാ? കൽക്കി ചേച്ചി, ആ? ചേച്ചിയുടെ ഈ പ്രശ്നം മാറ്റാൻ പറ്റുന്ന ഒരാളെ എനിക്ക് പരിചയമുണ്ട് ചേച്ചി. ശരിക്കും? ആ, പക്ഷെ ഒരു കാര്യം പറയോ, ഞാൻ ചേട്ടാന്ന് വിളിക്കണോ അതോ അളിയാന്ന് വിളിക്കണോ? അങ്ങനെയൊക്കെ വിളിച്ചു കഴിഞ്ഞാ നീ എന്റെ അനിയത്തിയാവില്ലേ? അപ്പൊ അവനത് പിടിച്ചാൽ എന്ത് ചെയ്യും? എന്റെ ചേച്ചി, പിടിച്ചിട്ട് എന്താ കാര്യം? വേറെന്തേലൊക്കെ ചെയ്യണ്ടേ? അകത്തേക്ക് കയറില്ലെന്നേ ഉള്ളൂ, പക്ഷെ ആശാനെ കൊണ്ട് വാതിൽ തുറക്കാൻ പറ്റും. നിങ്ങൾ ഏത് അതിന്റെ കാര്യം പറഞ്ഞോണ്ടിരിക്കണേ? ഏയ്, ഒന്നുമില്ല ചേട്ടാ. ആ സീരിയലില്ലേ, അതില് കള്ളം കയറിയ കാര്യം പറയായിരുന്നു. ഓ, അത് ശരി. അതെ, എനിക്ക് ഓഫീസിലും സമയമായി. നിങ്ങൾ ഭക്ഷണതാ. ആ, അല്ല, നീ ഇവിടെ എന്ത് ചെയ്യുക? നീ പോയി റെസ്റ്റ് എടുക്ക്. ഇപ്പൊ എന്തായാലും വിളില്ലേ? റെസ്റ്റ് എടുക്കണമെങ്കിൽ ആദ്യം മനുഷ്യൻ ക്ഷീണിക്കണം ദീപക്. എനിക്ക് ഭക്ഷണം ഒന്നും വേണ്ട, ഞാൻ ഓഫീസിലോട്ട് പോവാ. ആ ചേട്ടാ നിക്ക്. കൽക്കി ചേച്ചി, ഇപ്പൊ ഞാൻ വന്നില്ലേ, ഇനി എല്ലാം ശരിയാക്കാം. പ്രശ്നങ്ങളുണ്ട്. ചെറുപ്പത്തില് പടി കയറിയില്ലെങ്കില് യൗവനത്തില് മടി കയറും. നമുക്ക് ഇതെല്ലാം ശരിയാക്കാൻ പറ്റുമോ? ആ, ശരിയാക്കാൻ നമ്മൾ ചിലതൊക്കെ ചെയ്യേണ്ടി വരും മോളെ. മോള് നേരത്തെ എന്നോട് പറഞ്ഞില്ലേ മോളുടെ ശരീരത്തിന്റെ ദുർഗന്ധത്തെ പറ്റി? എന്നാ മോളെ, നിന്റെ അകത്തിടുന്ന 2 വസ്ത്രങ്ങൾ എനിക്ക് തന്നേക്ക്. മരത്തിൽ നിന്നും നിഴലിനെ മറയ്ക്കണോ? മരം നിഴല് കാണുന്നില്ലെങ്കിൽ പിന്നെ നിനക്ക് മരുന്ന് എങ്ങനെ കിട്ടാനാ?
നിന്റെ ഭർത്താവിന് ഭ്രാന്താണ് മകളെ. നീ ഒരു അത്ഭുത സിദ്ധിയാണ്, സുന്ദരിയാണ്. ദാ മോളെ, ഇതിൽ 2 പൊടികളുണ്ട്. ഇതിലൊരു പൊടി രാത്രി നിന്റെ ഭർത്താവിന് പാലിൽ കലക്കി കൊടുക്കണം. വേണ്ട മോളെ, ഞാനിവിടെ പണം സ്വീകരിക്കാറില്ല. നിന്റെ പ്രശ്നം പരിഹരിച്ചു കഴിയുമ്പോൾ നീ തരുന്നത് ഞാൻ വാങ്ങിച്ചോളാം. അത് സ്വാമി, അത് ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ഇത് തൽക്കാലം എന്റെ കയ്യിലിരിക്കട്ടെ. നിന്റെ പ്രശ്നങ്ങൾ മാറിക്കഴിയുമ്പോ നീ ഇതിവിടെ വന്ന് വാങ്ങിച്ചു. ഇവിടെ ഇപ്പോ നടന്നതിനൊക്കെ എന്താ അർത്ഥം എനിക്ക് മനസ്സിലാവുന്നില്ല. കൽക്കി ചേച്ചി, നമ്മൾ കടലിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് ആർക്കെങ്കിലും കൊടുത്താ കടല് പറ്റിപ്പോവോ? ചേച്ചി ഒന്നും ആലോചിക്കണ്ട, ചേച്ചിക്ക് ഗുണമുള്ള കാര്യമല്ലേ. പോവാം, വന്നേ. എന്താണ് സംഭവം? ഇന്ന് കാണാനൊരു പ്രത്യേക ഭംഗിയുണ്ടല്ലോ. എഴുന്നേപ്പിക്കാനുള്ള പരിപാടിയാണോ? ഞാൻ ഇവിടെ എപ്പോഴും എഴുന്നേറ്റ് തന്നെ ഇരിക്കുന്നെ. ഉറങ്ങിപ്പോകുന്നത് താനല്ലേ. അതൊക്കെ പോട്ടെ, ഇത് പിടിച്ചേ, മുഴുവനും കുടിക്കണം. ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. കോപ്പ്, ഞാനിവിടെ സ്മെല്ല് കിട്ടാതിരിക്കാനായിട്ടേ വയറ്റും അടിച്ചോണ്ട് വന്നിരിക്കുക. ഇപ്പൊ ഈ പാലും കുടിക്കണമല്ലോ. പാല് കുടിച്ച പിരിയുകയും ചെയ്യും. ഒരു കാര്യം ചെയ്യാം, ഇത് കിച്ചണിൽ കൊണ്ടുപോയി വെച്ചേക്കാം. ആ ചേട്ടാ, ആ. ചേട്ടൻ ഇവിടെ എന്ത് ചെയ്യാ? ഒന്നുമില്ല, ഞാൻ വിചാരിച്ചു അച്ഛന് പാല് കൊടുത്തിട്ട് വരാം. അതെന്തിനാ ചേട്ടൻ കൊടുക്കുന്നേ? ഞാനില്ലേ? ചേട്ടനാ പാലിങ്ങോട്ട് തന്നെ, അച്ഛന് ഞാൻ കൊണ്ടുപോയി കൊടുത്തോളാം. ചേട്ടൻ പോയി കിടന്നുറങ്ങിക്കോ. ശരി. സ്വാമിയുടെ പൊടിയുടെ എഫക്റ്റ് കണ്ടു തുടങ്ങിയെന്നാ തോന്നുന്നത്. ഇപ്പോ സ്വാമി ഫെയിലായി പോയി. എനിക്കിത് പെട്ടെന്ന് ഇതെന്താ സംഭവിക്കുന്നത്? എന്തോ വല്ലാതാവുന്നുണ്ടല്ലോ. എന്റെ മനസ്സെന്താ ഇങ്ങനെ വേണ്ടാത്ത ചിന്തകളൊക്കെ. കൽക്കി ചേച്ചി, ചേട്ടനെ ക്ഷീണിപ്പിച്ച് കളഞ്ഞു തോന്നുന്നു. ഒരു തേങ്ങ ഉണ്ടായിട്ടില്ല. അയാൾ കിടന്നപ്പോ തന്നെ പെടഞ്ഞുപോയി. അങ്ങനെ വരാൻ സാധ്യതയില്ലല്ലോ. സാമിയുടെ പൊടി കഴിച്ച പിന്നെ ഈട്ടിയുടെ തടി പോലെയാന്നാ പറയാറ്. അയാൾ ഫ്രോഡായിരുന്നു. ഏയ് അങ്ങനെയല്ല ചേച്ചി, എന്തോ പ്രശ്നമുണ്ട്. നീ ഒന്നും മിണ്ടാതിരുന്നേ. എന്റെ വിഷമം തീർക്കാൻ ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ.
റിയ, ഇവളിത് എവിടെ പോയി? റിയ, റിയ, എന്തു പറ്റി? ചേച്ചിയുടെ അമ്മായച്ചൻ. അച്ഛനിത് എന്തായി കാണിക്കുന്നത്? ഒന്നുമില്ല മോളെ, ഒന്നുമില്ല മോളെ. ഞാൻ ഇന്ന് കുറച്ച് പ്രശ്നത്തിലാ. അതുകൊണ്ട് മോള് എന്നെ ഒന്ന് സഹായിക്കണം മോളെ. എനിക്കൊട്ടും വയ്യ മോളെ. ഒരു പ്രശ്നമില്ല, കുറച്ചു നേരത്തെ കാര്യമല്ലേ ഉള്ളൂ. എന്നെ വീട് മോളെ, നീ ഒന്നും മനസ്സിലാക്ക്. അച്ഛാ, അച്ഛന്റെ പ്രായമെങ്കിലും ഓർക്കണം. അത് പിന്നെ നിന്നെ ഞാൻ ആദ്യമായിട്ട് കണ്ടപ്പോ തന്നെ എന്റെ പ്രായത്തിന്റെ കാര്യമൊക്കെ മറന്നുപോയി. നീ ഇങ്ങനെ മുന്നിൽ നിൽക്കുമ്പോ ഞാൻ എല്ലാം മറന്നുപോകും. നീ ഇത് നോക്കി, ഒരാളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി സഹായിക്കുന്നത് നല്ല കാര്യമല്ലേ? ഒന്ന് മനസ്സിലാക്ക്. അച്ഛാ, അച്ഛന് ഞാനിങ്ങനെ മോളെ, മോക്ക് ഗുണേ ഉണ്ടാവുള്ളൂ. ആ, ഞാനല്ലേ പറയുന്നത്. മോളെ, കിടക്ക് കിടക്ക്. ആ, കിടക്ക മോളെ, അങ്ങനെ കിടക്ക കേട്ടോ. അച്ഛൻ ഇവളോട് എന്താ ചെയ്തേ? അയ്യോ മോളെ, ഞാൻ വേണമെന്ന് വെച്ച് ചെയ്തതല്ല മോളെ. ഞാൻ സത്യം ചെയ്ത് പറയാ, ഇനി ഇവളെ ഞാൻ തൊടു പോലും ചെയ്യില്ല. ഞാൻ ഇവളോട് മാപ്പ് പറയാൻ വേണ്ടിയിരിക്കുകയായിരുന്നു. അച്ഛൻ സോറി പറഞ്ഞതുകൊണ്ട് ഇവക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കിട്ടുമോ? ഇതെന്തൊരു വീടാ ഇത്? മോനെ കൊണ്ടാണെങ്കിൽ പറ്റുന്നുമില്ല, അച്ഛനെ കൊണ്ടാണെങ്കിൽ നിർത്താനും പറ്റുന്നില്ല. മോളെ, ഞാൻ പറയുന്ന ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഈ ഒരു തെറ്റുകൊണ്ട് എന്റെ ക്യാരക്ടറിനെ ജഡ്ജ് ചെയ്യരുത്. ഇന്നലെ രാത്രി ആ പാല് കുടിച്ചതിന് ശേഷം എനിക്ക് എന്താ സംഭവിച്ചെന്ന് എനിക്ക് തന്നെ അറിയാൻ പറ്റുന്നില്ല. ഏത് പാല്? ഇവള് കൊണ്ടു തന്ന പാല്. ഏത് പാല്, പശുവിന്റെ ആണോ ആടിന്റെ ആണോ എന്ന് എനിക്കറിയില്ല. അവളോട് തന്നെ ചോദിക്കും. നീയൊന്നിങ് വന്നേ. ഇവിടെ ഉണ്ടായിരുന്ന പാലെടുത്തിട്ടാണല്ലോ ഞാൻ ദീപക്കിന് കൊടുത്തത്. ചേച്ചി, ഗ്ലാസ്സിൽ പാലുണ്ടായിരുന്നു. ആ പാല് ചേട്ടന് അച്ഛന് കൊടുക്കാൻ വേണ്ടി പോവായിരുന്നു. അപ്പൊ ദീപക്കാണോ അച്ഛന് പാലെടുത്ത് കൊടുത്തത്? ഏയ് അല്ല, ഞാൻ ചേട്ടന്റെ കയ്യിൽ നിന്ന് മേടിച്ച് അച്ഛന് കൊണ്ടുപോയി കൊടുക്കുകയായിരുന്നു. ആണല്ലേ, ഇപ്പോഴാ കാര്യം മനസ്സിലായേ. അപ്പപ്പൊടി വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് കുടിച്ചേ. ഇപ്പൊ എന്റെ കൺമുന്നിൽ വെച്ച് കുടിക്കണം. കുടിക്ക്. ബഹളം വെക്കണ്ട, കുടിക്കാം. ഇപ്പൊ തന്നെ കുടിക്കാം. ആ ശരി ശരി, ഞാൻ ഇപ്പൊ തന്നെ വരാം. നീ തൽക്കാലം ഫോൺ വെക്കേ. എന്താ അൽക്കി, എന്തോറ്റി? എന്റെ ഇടത്തേക്ക് ലേബർ പെയിൻ ആണെന്ന്. അപ്പോ ഞാൻ പോവാണേ. ഒരു കാര്യം ചെയ്, ഞാനും കൂടെ വരാം. ഏയ് വേണ്ട, താൻ ഇവിടെ നിന്നോ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ തന്നെ ഫോൺ ചെയ്തോളാം. ഓക്കെ? എന്റെ പൊന്നു മോനെ, അല്ലെങ്കിൽ എന്നെ നാണം കെടുത്തുന്നതല്ലേ നീ?
ചേട്ടാ പിന്നെ ഞാൻ ഉറങ്ങാൻ പോവാണേ. എന്തെങ്കിലും വേണമെങ്കിൽ ചേട്ടൻ പറഞ്ഞാ മതി. സാമിയുടെ പൊടി വർക്ക് ചെയ്തു എന്നാ തോന്നുന്നേ. എന്തു പറ്റി? ചേട്ടനെന്താ ഇങ്ങനെ വേർക്കണേ? കുഴപ്പമൊന്നുമില്ലല്ലോ? ഏയ് കുഴപ്പമൊന്നുമില്ല, ഒരു കുഴപ്പമില്ല. കയ്യിന്ന് വിട് ചേട്ടാ. ചേട്ടൻ എന്തായി ചെയ്യുന്നേ? ചേച്ചി എങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാ എന്ത് വിചാരിക്കും ചേട്ടാ? അവരോട് ഞാൻ പറയാൻ പോകുന്നില്ല, നീയും പറയണ്ട. ഇതൊന്നും ശരിയല്ല ചേട്ടാ, എന്നെ വിട്ടേക്ക് പ്ലീസ്. ഒരു തെറ്റുമില്ല മോളെ. എടി ദുഷ്ടേ, എന്റെ അമ്മായിച്ചൻ പോട്ടെ, നീ എന്നെ കെട്ടിയോനെ വിട്ടില്ലേടി. എന്നെ കുറ്റം പറയുന്നത് എന്തിനാ ചേച്ചി? പൊടി കൊടുത്ത ചേച്ചിയും കുറ്റം എനിക്കുവാണോ? ചേച്ചി ഓർത്ത ഞാൻ മിണ്ടാതിരിക്കുന്നെ, അല്ലെങ്കിൽ രണ്ടുപേരും റേപ്പ് കേസിൽ അകത്താക്കും ഞാൻ. എടി പൊട്ടി, നീ എനിക്ക് എന്റെ അനിയത്തിയെ പോലല്ലേ. എന്റെ തലേ തൊട്ട് നീ സത്യം ചെയ്യ, എന്റെ ഭർത്താവിന്റെ അടുത്ത് നീ ഇനി പോവില്ലെന്ന്. ചേച്ചിയാണ് സത്യം. ഇപ്പൊ ഏകദേശം 2 മണിക്കൂർ കഴിഞ്ഞു. എന്തായാലും ആ പൊടിയുടെ എഫക്റ്റ് ഇപ്പൊ തുടങ്ങി കാണും. കിളവൻ ഇപ്പൊ പണിയെടുക്കാൻ റെഡിയായി കാണും. ചേച്ചി, ചേച്ചി, ചേട്ടാ, ചേട്ടാ, ഒന്ന് ഓടി വന്നേ. അച്ഛൻ എന്താ പറ്റിയെന്ന് നോക്കിയേ. ചേച്ചി, ചേട്ടാ. അയ്യോ അച്ഛാ, 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 എന്തു പറ്റി അച്ഛാ? അച്ഛനെന്താ പറ്റിയത്? ചേട്ടാ, അത് ഞാൻ പുറത്ത് കിടന്ന് ഉറങ്ങായിരുന്നു. അപ്പൊ അച്ഛൻ വന്ന് പറഞ്ഞു തല വല്ലാതെ വേദനിക്കുന്നു എന്ന്. ഞാൻ തലയിലൊന്ന് മസാജ് ചെയ്ത് കൊടുക്കായിരുന്നു. പക്ഷെ അച്ഛൻ പെട്ടെന്ന് ഇങ്ങനെ പിടയ്ക്കാൻ തുടങ്ങി. എല്ലാം പെട്ടെന്നായിരുന്നു ചേട്ടാ. ദീപക്, അച്ഛന് ഹാർട്ട് അറ്റാക്ക് വന്നാ തോന്നുന്നേ. ഇനി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ അറിയാൻ പറ്റുമല്ലോ അച്ഛനെന്താ പറ്റിയതെന്ന്.